പലപ്പോഴും പേരൻസ് വളരെ വിഷമത്തോടെ തന്നെ പറയാറുള്ളൊരു കാര്യമാണ്, ഡോക്ടറെ എൻ്റെ കുഞ്ഞാണെങ്കിൽ നേരത്തെ നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഉറക്കത്തിൻ്റെ സമയമാകുമ്പോൾ ക്രാങ്ക്നെസ് കാണിക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങാനായിട്ട് വൈകുന്നു, അതും അല്ലെങ്കിൽ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് കരയുന്നതൊക്കെ കൂടുതലാണ് എന്നുള്ളത്. സോ അത് പലപ്പോഴും പേരൻസ് വിചാരിക്കുന്നത് ഇനി നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അതിന് നമ്മൾ പറയുന്ന പേര് സ്ലീപ്പ് റിഗ്രഷൻ എന്നാണ്. ഹായ് ദർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. അപ്പോൾ ഈ ഒരു സ്ലീപ്പ് റിഗ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് നമ്മുടെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന സമയത്ത്, അവർ എഴയുന്ന സമയത്ത്, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു സ്ലീപ്പ് റിഗ്രഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടും, അല്ലെങ്കിൽ അവരുടെ റൂട്ടീനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ചുകൾ കാരണവും ഒക്കെ ഇത്തരത്തിൽ ഈ ഒരു സ്ലീപ്പ് റിഗ്രഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്, അല്ലാതെ അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റിൻ്റെ ഭാഗമോ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു സ്ലീപ്പ് റിഗ്രഷൻ എന്ന് പറയുന്നത് കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് ഉറങ്ങുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് തന്നെ അവരെ ബെഡിലേക്ക് കൊണ്ടുപോവുകയും കിടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. പിന്നീട് അവർ ആ ഒരു സമയത്ത് ക്രാങ്കി ആവുകയാണെങ്കിലും അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടയ്ക്കൊക്കെ എണീറ്റ് കരയുന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ വളരെ കൂളായിട്ട് തന്നെ അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക.